നവകേരള സദസ്സിനോടനുബന്ധിച്ച് കോട്ടയം വൈക്കത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലെടുത്തു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ സനീഷ് കുമാർ അടക്കം 4 പേരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. വിവരങ്ങളുമായി പ്രശാന്ത് തൊട്ടുങ്ങളുണ്ട്. പ്രശാന്ത്, ഈ അക്രമ സംഭവങ്ങൾ കണക്കിലെടുത്താണോ ഈ നടപടി? മുഖ്യമന്ത്രി നയിക്കുന്ന നവകേരള സദസ്സ് ഇന്ന് കോട്ടയത്തെ അവസാന സ്വീകരണ കേന്ദ്രം വൈക്കത്തായിരുന്നു. വൈക്കത്ത് എത്തുമ്പോൾ പ്രതിഷേധത്തിന്റെ സാധ്യത അടക്കം ഇതിനെക്കുറിച്ച് ചില സൂചനകൾ ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വൈക്കത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലെടുത്ത് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ സനീഷ് കുമാർ, MT അനിൽകുമാർ, സണ്ണി വർഗീസ്, ജ്യോതിസ് എന്നിവരാണ് തടങ്കലിലുള്ളത്. അവരെ വൈക്കം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു. വൈക്കത്ത് നവകേരള സദസ്സിന് എത്തുമ്പോൾ പിണറായി വിജയൻ അടക്കം സഞ്ചരിച്ച ബസ്സിന് നേരെ തലയോലപ്പറമ്പിൽ 3 യൂത്ത് കോൺഗ്രസും അതുപോലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയിരുന്നു. തലയോലപ്പറമ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ സാധ്യത ഉണ്ടായിരുന്നു. അത് കണക്കിലെടുത്താണ് എ സനീഷ് കുമാർ അടക്കമുള്ളവരെ മുൻകരുതലായി പോലീസ് തടങ്കലിൽ എടുത്തത്. ശരി, പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോൾ കരുതൽ തടങ്കലിലെടുത്തിരിക്കുന്നത്. വിശദാംശങ്ങൾ